ഇഡ്ഡലി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചട്നി ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇഡ്ഡലിപ്പൊടി നന്നായിട്ട് ഇഡ്ഡലിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഇഡ്ഡലിപ്പൊടി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ പുഴുക്കലരി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കില്ല, അതേപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് പൊട്ടി വരണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ അരിയുടെ പകുതി ഉഴുന്നെടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായ പൊടി ഇതാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന വരെ വറുത്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അതും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പോൾ അത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ വറക്കുന്ന സമയത്ത് ഇവിടെ തന്നെ നിന്ന് വറക്കണം, മാറിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളകാണ്. അപ്പോൾ ഞാൻ വറ്റൽ മുളക് കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. അത് 2-3 എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പൊടിഞ്ഞതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ അതും നമ്മളൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഏകദേശം ഒരു തണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ 2 തണ്ട് എടുക്കുക. അപ്പോൾ അത് നമുക്ക് നല്ല ക്രിസ്പി ആകുന്ന വരെ വറുത്തെടുക്കണം. നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റണം, അത്രയും നേരം വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കാശ്മീരി മുളക് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പകുതി ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു തരിയായിട്ട് ഇരിക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ പൗഡർ മാതിരി ആക്കി എടുക്കരുത്, ചെറിയ തരിതരിപ്പായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിതേ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ നമ്മളിതെങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പൊടി എടുക്കുക. നടുക്കതായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലെണ്ണ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇഷ്ടം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഇഡ്ഡലി മുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലിയിൽ മൊത്തമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ട് കടിച്ച് മുറിച്ച് തിന്നാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചട്നിയൊന്നും ആവശ്യമില്ല. അപ്പോൾ പൊടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി ഇതേപോലെ എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സമയമില്ലാത്തപ്പോൾ നമുക്ക് ചട്നിയൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കിട്ടിലെ റെസിപ്പീസ് നമ്മൾ എന്നും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യണേ. താങ്ക്